നമസ്കാരം ഞവളക്കാരൻ വീട് വന്നിടാ ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ ഉണ്ടെന്ന് പെട്ടക്കണ ദിവസമാണ് നമ്മുടെ ടീമുകള്. ഇന്ന് സന്തോഷമുള്ള ദിവസം വേറെ ഒന്നല്ലട്ടാ. സഞ്ജു വന്ന് തിരിച്ചു വന്നിട്ടെന്ന് പറയുന്നേട്ടാ. ആസ് എ മലയാളി സഞ്ജു കളിച്ചില്ലെങ്കിൽ അവനെ കുറ്റം പറയും, ഒക്കെ ചെയ്യും. പക്ഷേ മലയാളി നമ്മുടെ ചെക്കൻ അവൻ ഓപ്പണിങ് വന്ന് അടിക്കണത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നുണ്ട്. ഓരോ കേരളീനും ഓരോ ഇന്ത്യക്കാരും അവനെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും. അപ്പോൾ ഇന്ന് എന്തൊക്കെ തന്നെയായാലും അവനെ കളിക്കുന്നുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിൻ്റെ മാച്ച് നടന്നുകൊണ്ടിരിക്കട്ടാ. 7 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടും റെക്കോർഡ് പാർട്ട്ണർഷിപ്പാണ് ടീമുകൾ എടുത്തത്. വേറെ നോക്കാനില്ല, ഷെപ്പേർഡും അതേമാതിരി നമ്മുടെ എന്നിട്ട് പറയുക നമ്മുടെ ജെയ്സൺ ഹോൾഡറും വേറെ ലെവലാണ് ആ ടീം. അത് വേറൊരു വഴിയിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ബാക്സ് പഠിക്കണം. ആകെയുള്ള ഗുണം എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കളി കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് വേണം നമുക്ക് കളിക്കാൻ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഏറ്റവും ഭംഗിയായിട്ട് ഇന്ത്യൻ ടീമിന് കളിക്കാൻ പറ്റട്ടെ, അടിച്ച് കയറി വരട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഇന്ത്യൻ ടീം കേട്ടാ. അതിനുള്ളൊരു കാത്തിരിപ്പാണ്. പക്ഷെ ഞാൻ കളി കാണില്ല. ഇവനെ ഇരുത്തിക്കൊണ്ട്, അതായത് സഞ്ജു കളിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഇന്ന് സമാധാനത്തോടെ കളി കാണാൻ പറ്റില്ല. ഇന്ന് റമദാൻ ടൂർണമെൻറ്റ് തുടങ്ങുന്ന ദിവസം നമ്മുടെ അവിടെ അതിൻ്റെ കളി നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോവുക. കളി എന്തെങ്കിലും ആവട്ടെ, ബാക്കിയൊക്കെ കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് നോക്കേണ്ട ടീമുകളെ വിരിയട്ടങ്ങോട്ട് പോകാൻ വേണ്ടി. അതാണ് അതിൻ്റെ ഒരു വൈബ്.